ക്രൈസ്തവ സമൂഹം കൈവിട്ടതോടെ ബി.ജെ.പിയുടെ ആദ്യ ലക്ഷ്യം തവിട് പൊടിയായിരിക്കുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 കോർപ്പറേഷനാണ് ബി.ജെ.പി ലക്ഷ്യം വെച്ചത്, തിരുവനന്തപുരവും തൃശ്ശൂരും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷത്താണെങ്കിലും ബി.ജെ.പി ഏറെ സ്വപ്നം കണ്ടത് തൃശ്ശൂർ കോർപ്പറേഷനായിരുന്നു. കാരണം MP സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി ജയിച്ചതും കോർപ്പറേഷനിൽ നിർണായക ശക്തിയായ ക്രൈസ്തവർ ഒപ്പമുള്ളതുമാണ് ബി.ജെ.പിയെ തൃശ്ശൂർ സീറ്റ് അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ നേടാമെന്ന ഉറപ്പിലെത്തിച്ചത്. എന്നാൽ ആര് ജയിച്ചാലും കൂടുതലും ക്രൈസ്തവ പ്രതിനിധി മേയറായി ഭരിക്കാറുള്ള തൃശ്ശൂരിൽ ഇത്തവണ ബി.ജെ.പി ലക്ഷ്യമിട്ടത് അവരുടെ വോട്ടുകൾ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. ലൂർദ് മാതാവിന് കിരീടം വെച്ചപ്പോഴാണ് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതാണെന്നൊരു തെറ്റിദ്ധാരണയാണ് പുതുതായി വന്ന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു അംഗം പയറ്റി നോക്കാമെന്ന് അദ്ദേഹം ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. അതിനായി മേയറായി മനസ്സിൽ കണ്ടത് കെ കരുണാകരൻ്റെ മകൾ പത്മജയെയായിരുന്നു. ബി.ജെ.പി എന്നുള്ള നിലയിൽ ഒരു ഹൈന്ദവ നേതാവിനെ മുൻനിർത്താതെ രക്ഷയില്ല എന്നവർക്കറിയാം. ഇനി തൃശ്ശൂരിൽ മേയർ ആകേണ്ടതും ഒരു വനിത തന്നെയാണ്. ഇപ്പോൾ മേയറായിട്ടുള്ളത് വർഗീസാണ്. അങ്ങനെയാണ് മറ്റെല്ലാ പദവികളിൽ നിന്നും മാറ്റി മാറ്റി നിർത്തി പത്മജ വേണുഗോപാലിന് തൃശ്ശൂർ മേയറാക്കാം എന്നൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി, ജീവിതത്തിൽ ഇന്ന് വരെ കുത്തക സീറ്റിൽ പോലും ജയിക്കാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാതെയായി പത്മജ വലിയൊരു സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസുകാരെ മൊത്തം ഊറ്റിയെടുത്ത് ബി.ജെ.പിയിൽ എത്തിക്കുമെന്നാണ് പത്മജ പറഞ്ഞത്. ഈ സന്തോഷത്തിൽ തൻ്റെ പിതാവ് കെ കരുണാകരൻ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല, പിന്നെയല്ലേ ഇത്തിരി പോന്ന ഈ പത്മജ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു പണി മാത്രമാണിത്. ഏതായാലും തൃശ്ശൂരിൽ ഒരു കളി കളിച്ചു നോക്കാമെന്ന് പണച്ചാക്ക് നേതാവ് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാഗ്രഹിച്ച കാര്യമാണ്. പക്ഷേ ഛത്തീസ്ഗഡിലെ സംഭവം വന്നതോടുകൂടി എല്ലാം ചതിച്ചു. കോർപ്പറേഷനിൽ ആകെയുള്ള 55 സീറ്റുകളിൽ 6 സീറ്റുകളാണ് നിലവിൽ ബി.ജെ.പിക്കുള്ളത്. 5 സ്വതന്ത്രന്മാരും അവിടെ ഉണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി 24 സീറ്റുകളുള്ള കോൺഗ്രസ് തന്നെയാണ്. എങ്കിലും CPM-ഉം CPI-യും എല്ലാവരും ചേർന്ന് സ്വതന്ത്രരെയും കൂട്ടി 25 സീറ്റുകളുമായി കോർപ്പറേഷൻ ഭരിക്കുകയാണ്. ആ സ്വതന്ത്രർ ജയിച്ച സീറ്റുകളും അതുപോലെ കോൺഗ്രസിൻ്റെ, അതായത് ക്രൈസ്തവർ കൂടുതലുള്ള സീറ്റുകളും ഒക്കെയായിരുന്നു ബി.ജെ.പിയുടെ ഇത്തവണത്തെ ലക്ഷ്യം. മുരളീധരനെ 3-ാം സ്ഥാനത്താക്കി ആ വോട്ടുകൾ ബി.ജെ.പി പിടിച്ചെടുത്തത് എങ്ങനെയെന്ന് ലോകസഭയിൽ നടന്നത് കണ്ട് പഠിച്ച് ആ നീക്കം ഈ തെരഞ്ഞെടുപ്പിൽ നടത്താനായിരുന്നു ബി.ജെ.പി നേതൃത്വം പണി തുടങ്ങി വെച്ചത്. അപ്പോഴേക്കാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ച് 9 ദിവസം അകത്തിട്ട് ഉപദ്രവിച്ചത്. അതോടെ ബി.ജെ.പിക്ക് ക്രൈസ്തവർ എതിരായി മാറി. ഇനി വോട്ട് എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്ന് ക്രിസ്ത്യാനികൾ സന്ദേശം നൽകിയതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരും പത്മജയും. അതിൻ്റെ വിഷമത്തിലാണ് കോൺഗ്രസിനെ അങ്ങനെ തന്നെ ഊറ്റിക്കളയുമെന്നെല്ലാം പത്മജ പ്രസംഗിച്ചത്. ഏതായാലും തൃശ്ശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസിന് കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യത്തിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞ കോൺഗ്രസിന് ബി.ജെ.പിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ കൂടി തിരിച്ച് ഉറപ്പിക്കാൻ കഴിഞ്ഞതോടെ തൃശ്ശൂർ കോർപ്പറേഷൻ അനായാസം അവർക്ക് പിടിക്കാം. തൃശ്ശൂർ ജില്ലയാണ് കോൺഗ്രസ് പലപ്പോഴും ഗ്രൂപ്പിസം കളിച്ചു മാത്രം കളയുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടും ഒരു വിഷമഘട്ടം വന്നപ്പോൾ ഒളിച്ചോടിയ ആ MP-യെ ഇനി വഴിക്ക് കണ്ടുപോകരുത് എന്ന് പ്രഖ്യാപിച്ചതോടെ ബി.ജെ.പിക്ക് നിലവിലുള്ള സീറ്റുകൾ പോലും നേടുന്നത് പ്രയാസമാണ് തൃശ്ശൂരിൽ. അതാണ് ബി.ജെ.പിയുടെ ഉറക്കം കെടുത്തുന്നത്. ഒപ്പം തന്നെ ഒരു പദവിയും നൽകാതെ കളിപ്പിച്ചും തൃശ്ശൂർ കാണിച്ച് കൊതിപ്പിച്ചും കൊണ്ട് നടക്കുന്ന പത്മജയും പെരുവഴിയിലായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.